ഈ പറഞ്ഞ പോലെ ബേബിക്ക് സമാനമായ ഈ പറഞ്ഞ പോലെ അനുഭവമാണ് നമ്മുടെ ഈ പറഞ്ഞ ഗുരുനാഥൻ, അല്ലെങ്കിൽ അതാണ് നമ്മുടെ അസറ്റ്. എന്താ ശരി, അധ്യാപകർ. ഗുരുനാഥൻ എന്നുള്ളത് അധ്യാപകൻ തന്നെയല്ലേ? കുറച്ചുകൂടെ ലളിതമായിട്ട് സാധാരണ അതിൽ കടുപ്പിച്ച വാക്ക് പറയുന്നത് ബേബിയാണ്. ഇക്കുറി ഞാൻ എന്തായാലും അത് പറഞ്ഞു പോയി. അപ്പം പക്ഷേ സാധാരണ ഇത്ര സമാനമായിട്ടുള്ളൊരു വിദ്യാഭ്യാസ യോഗ്യതയുള്ളൊരു നിന്ന് വ്യത്യസ്തമായിട്ട് നന്നായി ഭാഷ കൈകാര്യം ചെയ്യാനും കാര്യങ്ങൾ പഠിക്കാനും അതിനൊരു അനലിറ്റിക്കലായിട്ട് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ളതാണ്. ഇത് ഞാൻ സൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ട് പറയുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ പത്രക്കാരൊക്കെ ഇപ്പോൾ ഒരു കാര്യം കിട്ടിയാൽ അത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ഞങ്ങൾ ആദ്യം പഠിക്കാറുണ്ട്. ഏതാണ് ഇൻട്രോ ആയിട്ട് വരേണ്ടത്, ഏതാണ് അതിൻ്റെ ബോഡി പാർട്ടായിട്ട് വരേണ്ടത്, ഏതാണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത്, ഏതാണ് ആംഗിള്, അതുപോലുള്ള ഒരു അനലിറ്റിക്കൽ സ്കില്ല് ബേബിക്കുണ്ട്. അത് ഭാഷയിലുള്ള ഒരു പിടിപാടും. പണ്ട് ഭാഷയൊക്കെ വളരെ ബോറായിട്ട് ഉപയോഗിച്ചിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ അതൊരു ഹാർഡ് വർക്കിൻ്റെ ഒരു എലമെൻ്റാണോ ഉള്ളത്, അല്ലെങ്കിൽ ഒരു ഡിറ്റർമിനേഷൻ്റെ എലമെൻ്റാണോ അതിനകത്തുള്ളത്? ബേബി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതുപോലെയൊക്കെ ഇംഗ്ലീഷ് പറയാൻ പറ്റുമെന്നൊക്കെ പണ്ട് പ്രതീക്ഷിച്ചിരുന്നു? സത്യം പറ. ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. കാര്യം എൻ്റെ ഒരു അനുഭവത്തിൻ്റെ ഒരു ചെറിയ അംശം ആർക്കെങ്കിലും പ്രയോജനപ്പെടുമെങ്കിൽ അത് പറയാൻ നല്ലതാണ്, പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരിക്കൽ സംസ്ഥാന ഭാരവാഹിയായിരിക്കുമ്പോൾ തമിഴ്നാട് സമ്മേളനത്തിൽ എന്നെ ക്ഷണിച്ചു. PG ഞാനും കൂടെ പോകുന്നത്. അതിപ്പോൾ ആലോചിക്കുമ്പം ഞാൻ പറഞ്ഞാൽ ഞെട്ടണം. കാര്യം ഇത്ര നമ്മളല്ല, അവരാ കേട്ടവരാ. അല്ല, അവർക്ക് ഞെട്ടാൻ കഴിഞ്ഞിട്ടില്ല. കാര്യം അവർക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ പിന്നെ ഞെട്ടാനും കഴിയില്ലല്ലോ. എനിക്ക് VK രാമചന്ദ്രൻ വളരെ പ്രശസ്തനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. ഇപ്പോൾ അവിടെ പ്ലാനിംഗ് ബോർഡിലുണ്ട്, പിന്നെ ബംഗാളിൽ. രാമചന്ദ്രൻ്റെ സഹോദരി പാർവതി, പിന്നെ ഞാൻ ഓർക്കുകയാണ്, അവരൊക്കെ അവിടുത്തെ സ്റ്റുഡൻറ്റ് മൂവ്മെൻറ്റ്, പിന്നെ നല്ല കോളേജിൽ പഠിച്ച് നല്ല ഭാഷയൊക്കെ സംസാരിക്കാൻ അറിയാവുന്നവരാണ്. അപ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് സ്ഥിതി എന്താണെന്ന് അവർ അമ്പരന്നുണ്ടാകും. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ നിലവാരം നമ്മളിവിടെ മലയാളത്തിലാണ് സംസാരിക്കേണ്ടത്. അപ്പം ആ അവസ്ഥയിൽ നിന്ന് ഇന്നിപ്പോൾ എൻ്റെ അവസ്ഥയിൽ പ്രസംഗിച്ച് എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? പ്രസംഗിക്കുന്നത് ലോകത്തെ സാമ്രാജ്യത്വതയാണ്. പക്ഷേ ഈ അവസ്ഥയിലേക്കുള്ളൊരു മാറ്റം എന്ന് പറയുമ്പോൾ അത് എൻ്റെ ഒരു കഠിന പ്രവർത്തനം എൻ്റെ പിന്നിലോട്ട് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പത്രം വായിക്കണം, പുസ്തകങ്ങൾ വായിക്കണം. പണ്ട് ഞാൻ പിന്തുടർന്നിരുന്നതും ഇപ്പോഴും മിക്ക സന്ദർഭങ്ങളിൽ ഞാൻ പിന്തുടരുന്ന ഒരു കാര്യം, അറിയാൻ പാടില്ലാത്തൊരു വാക്ക് കണ്ടാൽ അതിൻ്റെ അർത്ഥം അപ്പം നോക്കി കുറിച്ച് വെക്കുന്നു. അത് തന്നെ ഞാൻ ചെയ്തിരുന്നപ്പോൾ ആദ്യം ഒരു അബദ്ധം ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രേക്ഷകരെ, കുട്ടികളാരെങ്കിലും പിന്നെ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഈ നമ്മൾ ഡിക്ഷണറി നോക്കുമ്പോൾ എപ്പോഴുള്ള വലിയൊരു കുഴപ്പം, ഒരു വാക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്ത വാക്കുകൾ നോക്കി നമ്മൾ ഡിക്ഷണറി നോക്കിയിരിക്കും. എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ വാക്കുകൾ നോക്കാൻ പോയാൽ ആ നോക്കുന്ന വാക്ക് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല, മനസ്സിലാക്കാൻ കഴിയില്ല. ഒരു വാക്ക് നോക്കാൻ പോകുമ്പോൾ ആ വാക്ക് മാത്രം നോക്ക്, അന്നേരം വായിച്ചതിൽ അറിയാൻ പാടില്ലാത്ത വാക്ക് മാത്രം. വിദ്യാഭ്യാസ മന്ത്രിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സാധനം, നല്ല കാര്യമാണ്. അപ്പം പിന്നീട് ഞാൻ തന്നെ മനസ്സിലാക്കിയിട്ട് ഞാൻ തിരുത്തി. ആ വാക്ക് മാത്രമേ നോക്കുകയുള്ളൂ, അതിൻ്റെ പ്രയോഗം നോക്കും, വാക്യത്തിൽ എങ്ങനെ പ്രയോഗിക്കണമെന്ന് നോക്കും. പിന്നെ ഈ സത്യം പറഞ്ഞാൽ ജോലി തിരക്കിന് ശേഷം ഇപ്പം അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെ ആ വാക്ക് മനസ്സിലായില്ല, അതവിടെ കിടന്നോട്ടെ, ആശയം മനസ്സിലാവുമല്ലോ, ഒരു പ്രത്യേക വാക്ക് മനസ്സിലായില്ലെങ്കിലും. അപ്പോൾ ഈ നിലയിൽ ഒരു പരിധിവരെ എൻ്റെ ഭാഷ കുറച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടുണ്ടെന്ന് ഞാൻ പറയില്ല. ഇപ്പോഴും ഇംഗ്ലീഷ് ഭാഷയുടെ മേൽ ബലപ്രയോഗമാണ്. ഒരു കാര്യം, ബേബിയുടെ ചില സഹപ്രവർത്തകർ ഇവരൊക്കെ കല്യാണം കഴിച്ചിരിക്കുന്നത് MA ഇംഗ്ലീഷുകാരെയാണ്. അതുകൊണ്ടാണ് ഇമ്പ്രൂവ് ചെയ്തതിന് ഇപ്പോൾ ആൾക്കാർ MA ഇംഗ്ലീഷുകാരെ കല്യാണം കഴിച്ചതിന് പിന്നിൽ ഇംഗ്ലീഷ് ചിലപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യത പ്രയോജനപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഇല്ലാതില്ലെന്ന് പറഞ്ഞുകൂടാ.